പി.സി. ജോർജ് ബി.ജെ.പിയിലേക്കെന്ന സൂചന ജനപക്ഷം സെക്യുലർ ബി.ജെ.പിയിലേക്കും ബി.ജെ.പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്ന് പി.സി. ജോർജ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനമുണ്ടാകുമെന്നും പി.സി. ജോർജ് കൂട്ടിച്ചേർത്തു. കേരള ജനപക്ഷ സെക്യുലർ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ചെറിയ പാർട്ടി, അത് ലയനമല്ലത്. എങ്ങനെ ഈ നദിക്കകത്ത് പോയി ഒരു ചെറിയ ഒരു 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 തോട് ലയിക്കുന്ന പോലെ കൊണ്ടുപോകുക. സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുടെ ഞങ്ങളുടെ പാർട്ടികളുടെ ചർച്ച വന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക ഇന്ന് വരെ ഉണ്ടാകാത്ത. കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല. അങ്ങേർക്ക് പിന്തുണ കൊടുക്കുക എന്നാണ് ശരി എന്നാണ് പാർട്ടിക്കാരെ എല്ലാവരുടെ അഭിപ്രായം. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച വന്നപ്പോഴാണ് പറഞ്ഞത്, സീറ്റിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ സീറ്റൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ ബി.ജെ.പി ചേരുക എന്ന അഭിപ്രായമാണ്. അങ്ങനെ ബി.ജെ.പി ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിൻ്റെ കാര്യത്തിനെ പറ്റി ബി.ജെ.പി അല്ല നിശ്ചയിക്കും, നമ്മളല്ലല്ലോ. ബി.ജെ.പി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കുകയില്ല, അത്രേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. പാർട്ടിക്കുള്ളിൽ തീരുമാനിച്ചു, അവരെ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി. ഇപ്പോൾ പത്തനംതിട്ട ഇന്നേ തീരുമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. പിന്നെ പാർട്ടി ചേർന്ന് പിന്നെ പാർട്ടിയുടെ നിർദ്ദേശം പത്തനംതിട്ട നിൽക്കാനാണെങ്കിൽ നിൽക്കും, നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുക, അത്രേ ഉള്ളൂ. സനോജ് സുരേന്ദ്രനുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. സനോജ്, ബി.ജെ.പിയിലാണ് എന്ന്, ഇനി ബി.ജെ.പിക്കൊപ്പമാണ് എന്ന സൂചന നൽകിക്കൊണ്ട് പി.സി. ജോർജ് ഇപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. കാര്യങ്ങൾ ഇനി അത്ര സെക്യുലർ അല്ല, ജനപക്ഷം സെക്യുലറിനെന്നാണോ? കാവ്യ, സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാൻ എല്ലാ കാലവും യാതൊരു മടിയും കാണിക്കാത്ത രാഷ്ട്രീയ നേതാവാണ് പി.സി. ജോർജ്. മുൻപ് പൂഞ്ഞാർ മണ്ഡലത്തിൽ ത്രികോണ മത്സരം നടക്കുമ്പോൾ, അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ SDP-യുടെ പിന്തുണയോടുകൂടിയാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെയൊക്കെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം പൂഞ്ഞാറിൽ നിന്നും അന്ന് മത്സരിച്ച് വിജയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് തന്നെ മുസ്ലിം സമുദായവുമായി അദ്ദേഹം അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീവ്ര നിലപാട് സ്വീകരിച്ചു. ഇതിനെ തുടർന്ന് SDP-യും പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം അറ്റുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജിന് പൂഞ്ഞാർ മണ്ഡലത്തിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിന് പിന്നാലെ രാഷ്ട്രീയപരമായി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷവുമായും UDF-ഉമായും പലതവണ മുന്നണിയിൽ പ്രവേശിപ്പിക്കാൻ ചർച്ച നടന്നുവെങ്കിലും ഈ ഇരു മുന്നണികളും പി.സി. ജോർജിനെ വേണ്ട എന്ന നിലപാടിലായിരുന്നു സമീപനം സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർലമെന്റ് സീറ്റ് അടുത്തപ്പോൾ പത്തനംതിട്ട പാർലമെന്റിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള കരുക്കൾ പി.സി. ജോർജ് നേരത്തെ മുതൽ നീക്കിയിരുന്നു. ജനപക്ഷത്തിന് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം വേണമെന്നുള്ളതായിരുന്നു പി.സി. ജോർജിന്റെ നിലപാട്. എന്നാൽ ബി.ജെ.പി ഇക്കാര്യത്തിൽ ചില കടുംപിടുത്തം പിടിച്ചതിനെ തുടർന്ന് ബി.ജെ.പിയിൽ ലയിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ പി.സി. ജോർജ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ന് ബി.ജെ.പി ദേശീയ നേതാക്കന്മാരുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ പി.സി. ജോർജ് ബി.ജെ.പിയുടെ ഭാഗമായി മാറും. ബി.ജെ.പിയുടെ ഭാഗമായി കഴിഞ്ഞാൽ പി.സി. ജോർജ് സ്വാഭാവികമായും പത്തനംതിട്ടയിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാവ്യ, ശരി. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.